പ്രിയപ്പെട്ട പപ്പൻ മാഷ് എന്ന് എടുത്തു പറയുന്നതിന് ഒരു വലിയ കാര്യമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ സാമൂഹിക അന്തരീക്ഷവും കുടുംബ അന്തരീക്ഷവും ഒക്കെ ഇസ്ലാമിക കൊടും ഭീകരന്മാർ നശിപ്പിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്ന ഒരു അവസ്ഥ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എത്ര 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 നമ്മൾ പിന്തുണ കൊടുത്തു കഴിഞ്ഞാലും അത് അധികമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് എല്ലാവരുടെയും വിരൽത്തുമ്പിൽ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് അവനാൽ കഴിയുന്ന രീതിയിൽ പപ്പൻ മാഷിന്റെ ഈ വാർത്തകളുണ്ടല്ലോ, ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, അത് ഒരു മാധ്യമവും കൊടുക്കില്ല. കാരണം ജിഹാദികളുടെ അമേദ്യം തീനികളായിട്ടുള്ള മലയാള മാധ്യമങ്ങൾ, അതല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾ, ഇവരൊന്നും ഒരിക്കലും ഈ പറയുന്ന പപ്പൻ മാഷിന് നീതി കിട്ടിയതുമായി ബന്ധപ്പെട്ട വാർത്ത കൊടുക്കില്ല. അതുകൊണ്ട് പപ്പൻ മാഷിന്റെ ഈ പാലത്തായി കേസുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളെല്ലാം അതീവ പ്രാധാന്യത്തോടെ തന്നെ നമ്മൾ എല്ലാവരും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കുക തന്നെ വേണം. അത്തരത്തിലാണ് ഞാൻ ഇന്ന് നോക്കിയ സമയത്താണ് ഞാൻ ഇന്നൊരു ആർട്ടിക്കിൾ കണ്ടു. ഒരു ഗംഭീര ആർട്ടിക്കിൾ ആട്ടോ. അത് എഴുതിയത് ആരാണെന്ന് അതിൻ്റെ അടിയിലൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ അതിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കൃത്യമായുള്ള പോയിന്റുകൾ അത് വലിയ പ്രാധാന്യത്തോടെ മാക്സിമം ആളുകളിലേക്ക് നമ്മൾ എത്തിക്കേണ്ടതുണ്ട്. അത് വരുന്നത് ഇങ്ങനെയാണ്: തന്നെ 3 പ്രാവശ്യം പീഡിപ്പിച്ചു. അതായത് ഈ കുട്ടിയെ 3 പ്രാവശ്യം പീഡിപ്പിച്ചതായിട്ടാണ് ഈ കുട്ടി പറയുന്നത്. നോക്കൂ, ഈ കുട്ടിക്ക് ഉപ്പയില്ല, ഈ കുട്ടിയുടെ ഉപ്പ മരിച്ചതാണ്. മാത്രമല്ല ഈ കുട്ടിയുടെ അമ്മാവൻ, അതായത് ഈ കുട്ടിയുടെ ഉമ്മയുടെ സഹോദരൻ, പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന രാജ്യം നിരോധിച്ച ഭീകര സംഘടനയുടെ സജീവ പ്രവർത്തകനായിരുന്നു. ആ സജീവ പ്രവർത്തകനായുള്ള ഭീകരന്റെ മനസ്സിൽ നിന്ന്, തലയിൽ നിന്ന് ഉദിച്ചതാണ് ഈ പപ്പൻ മാഷിനെ ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഏറ്റവും കുടിലബുദ്ധിയായിട്ടുള്ള, അതല്ലെങ്കിൽ ഇവന്റെയൊക്കെ ഈ കിതാബുണ്ടല്ലോ, വർഗീയ കിതാബ്, ദൈവം നേരിട്ട് നൂലിൽ കെട്ടി ഇറക്കി കൊടുത്ത ആ കിതാബുണ്ടല്ലോ, ആ കിതാബിലെ തക്കിയകൾ ഉപയോഗിച്ചുകൊണ്ട് ഏത് രീതിയിലും കാഫിറിനെ നശിപ്പിക്കാൻ വേണ്ടി ഈ പറയുന്ന ഇവന്റെയൊക്കെ ആ കുക്കുംബറിൽ വിശ്വസിക്കാത്ത ആളുകളുണ്ടല്ലോ, അവരെ നശിപ്പിക്കാൻ വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കാമെന്ന് ഇവന്റെയൊക്കെ ആ വർഗീയ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യത്വമില്ലാത്ത ഭീകര കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി പറയുന്നു, തന്നെ 3 പ്രാവശ്യം പീഡിപ്പിച്ചെന്നാണ് ഈ കുട്ടി മൊഴി കൊടുത്തിട്ടുള്ളത്. അത് പോലീസുകാർക്കൊന്നുമല്ല, ജഡ്ജിക്ക് മുൻപാകെ 164 മൊഴിയാണ് കൊടുത്തിട്ടുള്ളത്. ഈ പീഡനശേഷം ഫോട്ടോ എടുത്ത് ആർക്കോ അയച്ചു. ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി താലി കെട്ടി. ഇതായിരുന്നു പപ്പൻ മാഷ്ക്കെതിരെ കുട്ടിയുടെ പ്രധാന പരാതി. നോക്കൂ, ഈ ക്ഷേത്രമൊക്കെ ഇവരെന്തിനാ ഇതിൽ ഉൾപ്പെടുത്തുന്നതെന്ന് അറിയാമോ? നമ്മൾക്കറിയാം, ഏതൊരു ഇസ്ലാമിക ജിഹാദി വിഷയം, പച്ച നുണ പടച്ചിറക്കുന്ന ഏതൊരു വിഷയത്തിലും ഇവർ ഒരു ക്ഷേത്രത്തെ കണക്ട് ചെയ്യും. കാരണം ഈ ഇസ്ലാമിക മദ്രസ പൊട്ടന്മാരുടെ മനസ്സിലേക്ക് വലിയ വർഗീയത വിതറാൻ ഏറ്റവും ഉതകുന്ന ഒന്നാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത്. അത് തന്നെയാണ് രാജ്യത്താകമാനം ഇസ്ലാമിക ജിഹാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ലോകത്താകമാനം ഇസ്ലാമിക ജിഹാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഈ കുട്ടിയെ പീഡിപ്പിച്ചത് 3 തവണയാണെന്ന് പറയുന്നു. ഈ 3 തവണയെ പീഡിപ്പിച്ചതിന് ശേഷം ഈ കുട്ടിയുടെ ഫോട്ടോ എടുത്തെന്ന് പറയുന്നു. ഈ കുട്ടിയുടെ ഫോട്ടോ ആർക്കാ? ഈ കുട്ടിയുടെ ഉമ്മയ്ക്ക് അയച്ചു കൊടുത്തിട്ട് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നു. ഈ ഫോട്ടോ റിട്രീവ് ചെയ്യാൻ വേണ്ടി, തിരിച്ചെടുക്കാൻ വേണ്ടി പോലീസിന് സാധിച്ചിട്ടില്ല. അതായത് ഇത്തരത്തിലൊരു ഫോട്ടോ അയച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇനിയോ, ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി താലി കെട്ടി എന്നാ പറയുന്നത്. ആലോചിച്ച് നോക്കും, ക്ഷേത്രത്തിൽ കൊണ്ടുപോയ സമയം ഈ കുട്ടി ജഡ്ജിക്ക് മുൻപാകെ 164 മൊഴിയിൽ പറഞ്ഞത് ഏതെന്നറിയാമോ? 12 മണിക്ക് ശേഷമാണ്. നമുക്കറിയാം, ഈ ഹിന്ദുമത വിശ്വാസ പ്രകാരം ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ വിവരങ്ങൾ അറിയുന്ന ഏതൊരാളായിക്കോട്ടെ, ഇവർക്കൊക്കെ അറിയാൻ പറ്റും 12 മണിക്ക് തുറന്നിരിക്കുന്ന ഒരു ക്ഷേത്രവും ഇല്ല എന്നുള്ളത്. അതായത് ഈ പോപ്പുലർ ഫ്രണ്ട് മദ്രസ ഭീകരന്റെ തോന്നിയ ആ ചിന്തകളുണ്ടല്ലോ, അതിൽ ദൈവികമായിട്ടുള്ള കൈ കടത്തലായിരുന്നു ഈ 12 മണിയായാലും. ഒരുപാട് വിവരങ്ങളുണ്ട്. ഈ വിവരങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല എന്നുള്ളതാണ് സത്യം. ഇനി വരുന്നു, പീഡനം നടന്നു എന്ന് പറയുന്നതിന് 2 മാസത്തിന് ശേഷമാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ പരാതി കൊടുക്കുന്നത്. അങ്ങനെ ഒരു പരാതി കൊടുക്കുന്നതിന് മുൻപ് ആ നാട്ടിൽ ചില സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് ഈ കേസിൽ പ്രധാനമാണ്. അതായത് ഈ കേസിലേക്ക് ഇസ്ലാമിക കൊടും ഭീകരന്മാരെ നയിച്ച ഒരു കാര്യമുണ്ടല്ലോ, അതാണ് ഇനി പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് പപ്പൻ മാഷിനെതിരെ ഇത്രയും നീചമായിട്ടുള്ള ഇസ്ലാമിക ജിഹാദികൾ ഈ കൊടും ഭീകരത പ്രവർത്തിച്ചത് എന്നതിലേക്കാണ് ഇനി വിരൽ ചൂണ്ടുന്നത്. പൗരത്വ ഭേദഗതി നിയമം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം, ആ സമയത്ത് ഈ മാഷ് ചെയ്ത വലിയൊരു തെറ്റുണ്ട്. എന്തെന്നറിയാമോ? ഈ പൗരത്വ ഭേദഗതി എന്താണ്, ഈ പൗരത്വ ഭേദഗതി വിഷയം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ടും അത് ഈ കുട്ടികളെ, സ്കൂളിലുള്ള എല്ലാവരെയും ബോധവൽക്കരിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ ഒരു വ്യക്തിയായിരുന്നു. അതായത് നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി, നമ്മുടെ രാജ്യത്തിന് കലാപാഹ്വാനവുമായി രംഗത്തിറങ്ങിയ ഇസ്ലാമിക ജിഹാദികൾ പൗരത്വ ഭേദഗതി വിഷയത്തെ, എന്താണ് പൗരത്വ ഭേദഗതി വിഷയം എന്നുള്ളത് വളച്ചൊടിച്ചുകൊണ്ട് ഈ നാട്ടിലുള്ള മുസ്ലിങ്ങളെ എല്ലാം കരകടത്താൻ വേണ്ടി ഉണ്ടാക്കിയ നിയമമാണെന്ന് പച്ച നുണ
നുണ പടച്ചിറക്കി ഈ രാജ്യത്ത് കലാപം പൊട്ടിപ്പുറപ്പെടുന്ന രീതിയിലേക്ക് പ്രവർത്തിച്ച സമയത്ത് അതിൽ ബോധവൽക്കരണം നടത്താൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട പപ്പന്മാർ രംഗത്തിറങ്ങി എന്നുള്ളതാണ് ഇസ്ലാമിക കൊടുംഭീകരന്മാരെ ചൊടിപ്പിച്ച ഒരു കാര്യം. ഇനി ഏറ്റവും വലിയ രസം എന്തെന്നറിയാമോ? ഈ പപ്പന്മാഷ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്കൂളുണ്ടല്ലോ, ആ സ്കൂൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമായിട്ട് കുട്ടികൾ വന്നിരുന്നത് മുസ്ലിം കുട്ടികളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞമ്മന്റെ സ്കൂളായിട്ടുള്ള മുസ്ലിം കുട്ടികൾ ഭൂരിപക്ഷമായ പിന്നെ ഞമ്മന്റെ സ്കൂളാണല്ലോ, ആ ഞമ്മന്റെ സ്കൂളിൽ പപ്പന്മാഷ് തൽക്കാലം പഠിപ്പിക്കേണ്ട, അതിനുവേണ്ടി ഇയാളെ പിരിച്ചുവിടണം എന്ന രീതിയിൽ ഇതിന്റെ മാനേജ്മെന്റുമായി സംസാരിക്കുന്നു. അപ്പൊ അവർ പറഞ്ഞു, അങ്ങനെ നീയൊക്കെ വന്നുകൊണ്ട് നിന്റെയൊക്കെ ആ ഒരു തള്ളാഹു കുക്കുംബറും പറഞ്ഞു വന്നുകൊണ്ട് സ്കൂളിൽ നിന്ന് മാഷെ പിരിച്ചുവിടണമെന്ന് പറഞ്ഞ് നടക്കില്ല എന്ന് അവിടുത്തെ അധ്യാപകന്മാർ പറയുന്നു. അപ്പോൾ അവർ പറഞ്ഞത്, ഒരു കേസൊക്കെ വന്നു കഴിഞ്ഞാൽ, ഒരു പീഡന കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇയാളെ പിരിച്ചുവിടാനുള്ള വകുപ്പുണ്ടല്ലോ എന്ന് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരനായിട്ടുള്ള ഈ കുട്ടിയുടെ അമ്മാവനായിട്ടുള്ള ജിഹാദി പറഞ്ഞതായിട്ട് ഒരു കുട്ടി ആ സ്കൂളിലെ തന്നെ ഒരു അധ്യാപിക മൊഴി കൊടുത്തിട്ടുണ്ട്. ആലോചിച്ച് നോക്കും. ഇനി വരുന്നുണ്ട്, പൗരത്വ നിയമ വിഷയം കൊടുമ്പിരി കൊണ്ട് നടക്കുന്ന ആ സമയത്ത് ആ സ്കൂൾ അധ്യാപകൻ പൗരത്വ നിയമത്തെ അനുകൂലിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടു. ഇതാണ് ജിഹാദികളെ ഒന്ന് ചൊടിപ്പിക്കാനുണ്ടായ കാരണം. പോരാതെ ഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്ന ആ സ്കൂളിലെ കുട്ടികളോട് പൗരത്വ നിയമം എന്താണ് എന്ന് വിശദീകരിച്ചു കൊടുത്തു. അതായത് സ്കൂളിലുള്ള കുഞ്ഞു മക്കളുടെ മനസ്സിലേക്ക് വർഗീയത വിതറിയ ഇസ്ലാമിക കൊടുംഭീകരന്മാരുണ്ടല്ലോ, ആ ഭീകരന്മാരെ തുരത്തിക്കൊണ്ട് മാഷ് കൃത്യമായിട്ട് താൻ പഠിപ്പിക്കുന്ന ആ കുഞ്ഞു മക്കളുടെ മനസ്സിൽ വർഗീയത വരരുത്, ഈ രാജ്യത്ത് കലാപം പൊട്ടിപ്പുറപ്പെടരുത്, ഒരു ഹിന്ദു മുസ്ലിം വിരുദ്ധത വരരുത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ കുഞ്ഞു മക്കൾക്ക് പറഞ്ഞു കൊടുത്തു എന്താണ് ഈ പൗരത്വ ഭേദഗതി നിയമം എന്നുള്ളത്. ഇതൊക്കെയാണ് മാഷ് ചെയ്ത കൊടും ക്രൂരത. ഈ ഇസ്ലാമിക ജിഹാദികൾ ഇവന്റെയൊക്കെ തള്ളാഹു കുക്കുംബർ ഇറക്കി കൊടുത്ത ആ കിതാബ് പ്രകാരം പ്രവർത്തിക്കാനുണ്ടായ, നീചമായി പ്രവർത്തിക്കാനുണ്ടായ ഭീകര കാരണം എന്ന് മനസ്സിലാക്കണം. ഇനിയോ, ഈ കുട്ടികൾ അത് അവരുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു, അത് അവരുടെ രക്ഷാകർത്താക്കൾ ഏറ്റെടുത്ത് വലിയ വിവാദമാക്കി. നമ്മൾക്കറിയാം, തൊടുപുഴ ന്യൂമാൻസ് കോളേജിലുള്ള ന്യൂമാൻസ് കോളേജിലെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മാഷുണ്ടല്ലോ, ജോസഫ് മാഷിന്റെ കൈവെട്ടിയ വിഷയം. ഈ കൈവെട്ടിയ വിഷയം എങ്ങനെയാണ് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് എത്തി, വീട്ടിൽ നിന്ന് തീവ്രവാദികളായിട്ടുള്ള മുസ്ലിങ്ങളെല്ലാം ഇറങ്ങിക്കൊണ്ട് മാഷിന്റെ കൈയും കാലും വെട്ടി മാഷിന്റെ സലോമി എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ തൂങ്ങി മരിച്ചു. മാഷിന്റെ പ്രിയപ്പെട്ട മകൻ, അവനെ കേരള പോലീസിന്റെ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായി കോടിയേരി ബാലകൃഷ്ണന്റെ അഭ്യർത്ഥന പ്രകാരം, ഉത്തരവ് പ്രകാരം നിർദാക്ഷിണ്യം അത്ര കണ്ട് മോശമായി ഉപദ്രവിച്ചു. കൊടും ക്രൂരത ആ കുഞ്ഞിന് നേരിടേണ്ടി വന്നു. എന്തുകൊണ്ടായിരുന്നു? മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം കടന്നു വന്നു. നോക്കൂ, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, എന്താ അവന്റെ പേര്, പ്രവാസ ലോകം എന്ന് പറയുന്ന ഒരു KT കുഞ്ഞു മുഹമ്മദോ എന്തോ ഒരു ചങ്ങാതിയാണ് അവന്റെ പേര്, ഒരു ജിഹാദി. ഈ അടുത്ത നാളിൽ പീഡന കേസിലൊക്കെ ആരോപണം ഉന്നയിക്കപ്പെട്ടിരുന്ന സിനിമാക്കാരൻ കൂടിയാണ്. ഈ കുഞ്ഞു മുഹമ്മദ് എഴുതിയ ഒരു ലേഖനം അദ്ദേഹം ചോദ്യപേപ്പറാക്കി മാറ്റി. ആ ചോദ്യപേപ്പറിൽ മുഹമ്മദ് എന്നൊരു ഭാഗമുണ്ട്. ഈ ഭാഗം കടന്നു വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ജോസഫ് മാഷ് പഠിപ്പിച്ച തൻ്റെ അരുമ കുഞ്ഞുങ്ങളായിട്ടുള്ള ആ മക്കൾ വീട്ടിൽ പോയി ഇത് തീവ്രവാദികളെ അറിയിച്ചു, വർഗീയപരമായിട്ട് അറിയിച്ചു. അങ്ങനെ ആ വിഷയം എന്തായി? ഇവറ്റകൾ ഏറ്റെടുത്തുകൊണ്ട് ഈ പറയുന്ന ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടുന്നു. മാത്രമല്ല, ജോസഫ് മാഷിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി. മാഷിന്റെ ഒരു കാര്യവും അറിയാത്ത മകൻ ദാരുണമായിട്ട് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നു. ഒരുപാട് ക്രൂരമർദ്ദനങ്ങൾക്ക്, പോലീസ് മുറകൾക്ക് ഇരയാവേണ്ടി വന്നു. അതും ഈ കുഞ്ഞുമക്കൾ വീട്ടിൽ പോയി, തൻ്റെ ശിഷ്യകളായിട്ടുള്ള ഈ കുഞ്ഞുമക്കൾ വീട്ടിൽ പോയി പച്ച നുണ രക്ഷാകർത്താക്കളോട് പറഞ്ഞുകൊണ്ടതാണ്. നമുക്ക് ഈ ലേഖനം എഴുതിയ ജിഹാദിയുള്ള കുഞ്ഞഹമ്മദിന് ഒരു പ്രശ്നവുമില്ല. ഈ ലേഖനത്തിന്റെ ആ ഒരു ഭാഗം ചോദ്യപേപ്പറാക്കി മാറ്റിയ ആ അധ്യാപകനാണ് ഈ പ്രശ്നം വന്നത് എന്ന് പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര ക്രൂരമാണ് ഈ വിഭാഗം പ്രവർത്തിക്കുന്നത്, എത്ര ക്രൂരമായിട്ടാണ് ഈ വിഭാഗം പ്രവർത്തിക്കുന്നത് എന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. ഇനിയോ, ഈ അധ്യാപകനെ പുറത്താക്കണമെന്ന് അവർ സ്കൂൾ മാനേജ്മെന്റിനോട് ആവശ്യപ്പെടുന്നു. അത് അങ്ങനെ എളുപ്പം കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ പീഡന ആരോപണം ഉന്നയിച്ചവരുടെ ബന്ധുവായ ഒരാൾ, എന്നാൽ പിന്നെ ഈ അധ്യാപകനെ വല്ല കേസിലും പെടുത്തി ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. നോക്കൂ, ഇത് വെറുതെ പറയുന്നതല്ല. ഇയാളത് ചോദിച്ചത് പരസ്യമായി ആ സ്കൂളിലെ ഒരു അധ്യാപികയോടാണ്. ആ അധ്യാപിക അങ്ങനെ തന്നെ അത് പോലീസിനും കോടതിയിലും മൊഴിയായി കൊടുത്തിട്ടുമുണ്ട്. പിന്നീട് മാനേജ്മെന്റ് ആ പോസ്റ്റ് അധ്യാപകനെ കൊണ്ട് നിർബന്ധിച്ച് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അതായത് പൗരത്വ ഭേദഗതി നിയമം എന്താണ് എന്ന് വിശദീകരിച്ച് അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഇനി നോക്കൂ, മറ്റൊരു വിവരം വരുന്നത്, ഇതില് ഒരുപാട് വിവരങ്ങൾ വരുന്നുണ്ട്. എത്രയും പറഞ്ഞാലും തീരാത്ത വിവരങ്ങൾ വരുന്നുണ്ട്. ഇതിനെല്ലാം ശേഷമാണ് ആ അധ്യാപകനെതിരെ പീഡന പരാതി വരുന്നത്. അതുകൊണ്ട് തന്നെ നിഷ്പക്ഷമായ നാട്ടുകാർക്കും അധ്യാപകർക്കും കേസ് അന്വേഷിച്ച പോലീസുകാർക്കും ഈ കേസിൽ തുടക്കം മുതൽ തന്നെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. 3 തവണ പീഡനം നടന്നു എന്ന്
സ്ഥലങ്ങൾ ഒന്ന് 3 തവണ പീഡനം നടന്നു എന്ന് പറയുന്ന സ്ഥലങ്ങൾ, 1 സ്കൂൾ ലൈബ്രറി, 2 അധ്യാപകരുടെ സ്റ്റാഫ് റൂം, 3 സ്കൂളിലെ പബ്ലിക് ടോയ്ലറ്റ്. പീഡനം നടന്ന സമയം സ്കൂൾ ഇന്റർവെൽ ടൈം. നോക്കൂ, സ്കൂൾ ഇന്റർവെൽ ടൈമിൽ എത്ര കുട്ടികൾ ആ സ്കൂളിൽ ഈ പറയുന്ന പൊതു ഈ ഈ പറയുന്ന ടോയ്ലറ്റിലേക്ക് പോകുമെന്നുള്ളത് ആലോചിച്ച് നോക്കും. മാത്രമല്ല ഈ കുട്ടി പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, എന്തെന്നറിയാമോ? ഈ ടോയ്ലറ്റിലെ കുറ്റി ഇട്ടുകൊണ്ട്, അതായത് ബാത്റൂമിന്റെ കുറ്റി ഇട്ടുകൊണ്ടാണ് ഈ പീഡനം നടത്തിയതെന്ന് പറയുന്നുണ്ട്. എന്നാൽ നോക്കൂ, ഈ ഈ ഈ ബാത്റൂമിൽ കുറ്റിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ ഈ കുട്ടി പറഞ്ഞതെല്ലാം പച്ച നുണയായിരുന്നു എന്നുള്ളത് വീണ്ടും തെളിയിക്കപ്പെട്ടു. അങ്ങനെ 100 കൂട്ടം ഈ കുട്ടി പറഞ്ഞ തെളിവുകളെല്ലാം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് തെളിവുകളെല്ലാം സമ്പാദിക്കാൻ വേണ്ടി പോയ പോലീസുകാർക്ക് കാണാൻ പറ്റിയത് കൃത്യമായിട്ടും ഇവിടെ ഒരു തെളിവുമില്ല, ഇവിടെ ഒന്നുമില്ല, ഈ കുട്ടി പറഞ്ഞ ഒരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളത് തെളിയുന്നു. അങ്ങനെ എല്ലാം തെളിഞ്ഞിട്ടും ഒരു കോടതി എത്ര കണ്ടാണ് ഈ മനുഷ്യനോട് ക്രൂരത കാട്ടിയതെന്ന് ആലോചിച്ച് നോക്കും. ഇത് നമ്മൾ വീണ്ടും വീണ്ടും പറയണ്ടേ? ഇനി ഇതിൽ ഏറ്റവും വലിയ രസം എന്തെന്നറിയാമോ? ഈ കേസ് ആദ്യം അന്വേഷിച്ച ഡിവൈഎസ്പി റഹീം എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ഈ ഡിവൈഎസ്പി റഹീമിനെ മാറ്റിക്കൊണ്ടാണ് ഈ കേസിലേക്ക് രത്നാകരൻ എന്ന് പറയുന്ന ജിഹാദികളുടെ അമേദ്യം 4 നേരം തന്റെ മക്കളെയും കുടുംബത്തെയും തീറ്റിക്കുന്ന വൃത്തികെട്ടവൻ കടന്നു വരുന്നത്. പിന്നീട് ആ വൃത്തികെട്ടവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ടിക്കറ്റിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് നമ്മൾ കണ്ടതാണ് റിട്ടയർമെന്റിന് ശേഷം. ഇനി ഇതിൽ വലിയ രസം, ഈ കേസ് എല്ലാം പഠിച്ച ഒരു ജഡ്ജി ഉണ്ടായിരുന്നു. ആ ജഡ്ജി ഇത് വിധി പ്രസ്താവിക്കുന്നതിന് തൊട്ടു മുൻപ് അദ്ദേഹം മാറ്റപ്പെടുന്നു. മാത്രമല്ല അദ്ദേഹം മാറി വന്ന് പുതുതായിട്ട് ചാർജ് എടുത്ത ഒരു ജഡ്ജി ഉണ്ടല്ലോ, ഇയാൾ 2-3 ദിവസം, വെറും 3 ദിവസത്തിനുള്ളിലാണ് ഈ നാരിഴ കീറി പഠിച്ചുകൊണ്ട് ജഡ്ജിമെന്റ് പ്രഖ്യാപിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കും. അങ്ങനെ 100 കൂട്ടം നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി കണ്ണും പൂട്ടിക്കൊണ്ട് പറഞ്ഞത് ഇതിൽ പൂർണ്ണമായിട്ടും ഈ കുട്ടി ആരോപിച്ചിരിക്കുന്ന ആരോപണം പച്ച നുണയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് 40 വർഷത്തോളം ശിക്ഷ വിധിച്ച ഈ കേസ്, അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസ് തന്നെയാണിത്. ആ കേസിൽ ഇദ്ദേഹത്തെ ജാമ്യം കൊടുത്തുകൊണ്ട് ആ കേസിൽ ശിക്ഷാവിധിയെ പൂർണ്ണമായിട്ടും മരവിപ്പിച്ചുകൊണ്ട്, ഈ മരവിപ്പിക്കൽ എന്നുള്ളത് സത്യസന്ധമായി പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ വെറുതെ വിട്ടതിന് തുല്യം തന്നെയാണ്. അത്ര കണ്ടാണ് ഈ കോടതി, താഴെ കോടതിയിൽ നിന്നുള്ള ജഡ്ജ്മെന്റും ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ കുട്ടിയുടെ മൊഴികളും ഒരിക്കലും ചേരാത്ത മൊഴികളും ഒരിക്കലും കിട്ടാത്ത തെളിവുകളും എന്നുള്ളത്. നോക്കൂ, ജിഹാദികൾ ഇതിനെ വെളുപ്പിക്കാൻ വേണ്ടി ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത് എങ്ങനെയെന്ന് അറിയാമോ? ഈ കുട്ടി പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഉണ്ടല്ലോ, അത് ജഡ്ജിയോടാ പറഞ്ഞത്. 164 മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് ആ ജഡ്ജിയോട് പറഞ്ഞത് ആ കുട്ടിയുടെ ഓർമ്മയിൽ നിന്ന് പോയതായിരിക്കാം, അല്ലെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിൽ നിന്ന് മാറിയതായിരിക്കാം എന്നൊക്കെ ലഘൂകരിച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഈ കുട്ടിക്ക് പഠിപ്പിച്ചുകൊണ്ട് ഈ കുട്ടിയെ കൊണ്ട് എല്ലാം പറയിപ്പിച്ചത് ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരനായിട്ടുള്ള ഈ കുട്ടിയുടെ അമ്മാവനാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഈ കേസിന്റെ തുടക്കം മുതൽ. മാത്രമല്ല ഈ അധ്യാപകന്റെ സഹ അധ്യാപകരുണ്ടല്ലോ, അവർക്ക് നമ്മൾ ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടതുണ്ട്. അതായത് ഈ അധ്യാപകനെതിരെ ഇസ്ലാമിക ജിഹാദികൾ ഇത്തരത്തിൽ ക്രൂരമായിട്ട് പ്രവർത്തിച്ചതാണെന്ന് കൃത്യമായിട്ട് തെളിവ് സഹിതം അറിയുന്ന അദ്ദേഹത്തിന് വേണ്ടി സാക്ഷ്യം പറയാൻ വേണ്ടി, ഇത് ഇങ്ങനെ നടന്നിട്ടില്ല, ഈ കുട്ടി കളവ് പറയുകയാണെന്ന് സാക്ഷ്യപ്പെടുത്താൻ ഈ കേസിൽ കൃത്യമായിട്ട് ധർമ്മം പുലരാൻ വേണ്ടി സഹായിച്ച ഒരുപാട് അധ്യാപകന്മാരുണ്ട്, അധ്യാപികമാരുണ്ട്. അവരെയൊക്കെ നമ്മൾ ഈ കാര്യത്തിൽ ഓർക്കേണ്ടതുണ്ട്. ഇനിയോ, ഈ ഇത്രയും കുട്ടികൾ പഠിക്കുന്ന ആ സ്കൂളിലെ പബ്ലിക് ടോയ്ലറ്റിലും ലൈബ്രറിയിലും സ്റ്റാഫ് റൂമിലും ഇന്റർവെൽ സമയത്ത് വേറെ ആരും വന്നില്ല എന്ന് എങ്ങനെയാണ് വിശ്വസിക്കുക? കുട്ടി കൊടുത്ത മൊഴി പ്രകാരം ടോയ്ലറ്റിൽ പീഡനം നടന്ന സമയത്ത് അദ്ദേഹം ഉടുത്തിരുന്ന ഉടുമുണ്ട് അഴിച്ച് കുട്ടിയുടെ കൈയും വായും മൂടി കെട്ടിയിട്ടാണ് പീഡിപ്പിച്ചത് അത്രേ. പീഡനം കഴിഞ്ഞ് അധ്യാപകന് പുറത്തേക്ക് പോയതിനു ശേഷം കുട്ടി ശബ്ദമുണ്ടാക്കി സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തിയിട്ട് ആ മുണ്ട് അഴിപ്പിച്ചത്. അപ്പോൾ ഉയരുന്ന ചോദ്യം, മുണ്ടില്ലാതെ എങ്ങനെയാണ് ഇന്റർവെൽ സമയത്ത് അധ്യാപകൻ സ്കൂളിലൂടെ നടന്നത്? ആലോചിച്ച് നോക്കും. മാത്രമല്ല, അങ്ങനെ ഒരു ബഹളമുണ്ടാക്കിയാൽ മറ്റു കുട്ടികൾ അത് അപ്പോൾ തന്നെ സ്കൂൾ ഓഫീസിലോ അധ്യാപകരെ അറിയിക്കുകയും സ്വന്തം വീടുകളിൽ പറയുകയും ചെയ്യില്ലേ? പീഡനം നടന്ന ദിവസം ആർത്തവമായിരുന്നു എന്നാണ് മറ്റ് ഒരു കാര്യമായിട്ട് ഈ കുട്ടി പറയുന്നത്. ഒരു ടീച്ചറെ വിളിച്ച് പാഡ് മാറ്റിയിരുന്നു എന്നും പറയുന്നുണ്ട്, കുട്ടിയുടെ മൊഴിയുണ്ട്. എന്നാൽ അന്നേ ദിവസം ഒരു ട്രെയിനിങ്ങിനായി ബന്ധപ്പെട്ട് ടീച്ചർ മറ്റൊരു സ്കൂളിൽ പോയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മനസ്സിലായോ? ഈ കുട്ടി പറയുന്നു പീഡനം നടന്ന ദിവസം ഈ കുട്ടി മെൻസസ് ആയി എന്ന് പറയുന്നു. ഈ മെൻസസ് ആയതിനു ശേഷം അവിടെയുള്ള ഒരു ടീച്ചറുടെ കയ്യിൽ നിന്ന് പാഡ് വാങ്ങി വെച്ചു എന്ന് പറയുന്നു. എന്നാൽ ഈ ടീച്ചറുടെ പേരടക്കാണ് ഈ കുട്ടി മൊഴി കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആ ടീച്ചർ അന്നേ ദിവസം സ്കൂളിൽ ഉണ്ടായിരുന്നില്ല. ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യം ടീച്ചർ പുറത്തായിരുന്നു. മാത്രമല്ല, ഇനി വരുന്നത് സ്കൂളിലായിരുന്നു, അന്നേ ദിവസം സ്കൂളിൽ എത്തിയിരുന്നില്ല എന്നും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നും ആ ടീച്ചറുടെ മൊഴിയിലുണ്ട്. അധ്യാപകൻ പീഡിപ്പിച്ചത് ഫോട്ടോ എടുത്ത് ആർക്കോ അയച്ചതായി മൊഴിയിലുണ്ട്. ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടും അങ്ങനെ ഒരു ചിത്രവും ഫോണിൽ ഉണ്ടായിരുന്നില്ല.
പിന്നെ ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി താലി കെട്ടിയത്രേ. ഇത്രയും ചെറിയൊരു കുട്ടിയെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടുകയോ? ഇതൊക്കെ വലിയ വലിയ ചോദ്യമാണ്. താലി കെട്ടുന്നതിന് മുൻപ് അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു എന്നും മൊഴിയിലുണ്ട്. അന്നേ ദിവസത്തെ ആ ഹോട്ടലിലെ CCTV മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും അങ്ങനെ 2 പേർ ആ വീഡിയോയിലില്ല. ഹാർഡ് ഡിസ്ക് ശാസ്ത്രീയപരമായി പരിശോധന നടത്തിയിട്ടും ഫലമുണ്ടായില്ല. പിന്നെ ക്ഷേത്രം, അങ്ങനെ ആ കുട്ടിയുടെ മൊഴിയിൽ പറയുന്നത് പോലുള്ള ഒരു ക്ഷേത്രം അവിടെയോ ആ നാട്ടിലോ ഇല്ലത്രേ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ പീഡനം നടന്നു എന്ന് പറയുന്ന ദിവസങ്ങളിൽ ആ അധ്യാപകന് സ്കൂളിൽ എത്തിയിരുന്നില്ല എന്നുള്ളതാണ്. ഇത് പറയാൻ കാരണം എന്തെന്നറിയാമോ? അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവിന് അസുഖ ആവശ്യമാർത്ഥം അദ്ദേഹം മെഡിക്കൽ കോളേജിലായിരുന്നു, കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു. അത് CCTV തെളിവടക്കം കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ മൊബൈൽ ടവർ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് ശാസ്ത്രീയമായിട്ട് പോലീസിന് ബോധ്യപ്പെട്ട കാര്യമാണ്. അതായത് അടപടലം ഈ കുട്ടിയെ കൊണ്ട് പറയിപ്പിച്ച് ഈ പച്ച നുണകളുണ്ടല്ലോ, അത് അടപടലം ഹൈക്കോടതി നാരിഴ കീറി പരിശോധിച്ചപ്പോൾ തന്നെ പ്രഥമ ദൃഷ്ട്യാ തന്നെ ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ ഇനിയും പറയുന്നുണ്ട്, മറ്റൊരു ദിവസം അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമായിരുന്നു. ഇതിലെല്ലാം CCTV അടക്കമുള്ള കൃത്യമായ തെളിവുകളുമുണ്ട്. വൈദ്യപരിശോധന നടത്തിയ ആദ്യത്തെ ഡോക്ടർ പീഡനം നടന്നതായി സർട്ടിഫൈ ചെയ്തിട്ടില്ല. രണ്ടാമത്തെ ഡോക്ടറും ലൈംഗിക പീഡനമോ ഇൻഫെക്ഷൻ മുഖേനയോ ഉണ്ടായ പരിക്കോ ആകാമെന്ന നിലയിൽ വഴുക്കലിൽ വടി കുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അവസാനം കോടതി വിചാരണയിൽ പ്രതിഭാഗം ഈ ആരോപണങ്ങളെല്ലാം പൊളിച്ചപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് ആ കുട്ടിയുടെ അമ്മ സമ്മതിച്ചതിന്റെയും മൊഴികളുണ്ട്. ഈ കേസ് ഉയർന്നു വന്നപ്പോൾ മുസ്ലിം ലീഗോ CPM ഇതിൽ കാര്യമായി താല്പര്യപ്പെട്ടിട്ടുണ്ടായിരുന്നോ? അവർക്ക് സത്യം അറിയാവുന്നത് കൊണ്ടായിരുന്നില്ലേ അന്ന് അവർ ഉത്സാഹിക്കാതിരുന്നത്? കാരണം ഈ കേസിന്റെ തുടക്ക നാളുകളിൽ ഈ പറയുന്ന മുസ്ലിം ലീഗോ CPM ഒന്നും ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പ്രതിയായിട്ട് ഹിന്ദുവാണ്, മാത്രമല്ല ഒരു RSSകാരനാണ്, BJP പ്രവർത്തകരാണ്, പൗരത്വ ഭേദഗതിക്കെതിരെ സംസാരിച്ച വ്യക്തിയാണ്. അപ്പോൾ പ്രത്യേകിച്ച് പെട്ടെന്ന് ഈ പറയുന്ന മുസ്ലിം ലീഗിനും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഒക്കെ വലിയ താല്പര്യം വരികയായിരുന്നു. പിന്നീട് ഏഷ്യാനെറ്റ് റിപ്പോർട്ടറെ വെച്ച് കളിച്ച കളിയുടെ അല്ലേ കാര്യങ്ങൾ സുഡാപ്പികൾ കൊഴിപ്പിച്ചെടുത്തത്. നോക്കൂ, ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ പാർട്ണർഷിപ്പുള്ള സംസ്ഥാന BJP അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള എന്ന് തന്നെ പറയേണ്ട ആ ചാനലിലെ നൗഫൽ എന്ന് പറയുന്ന ഒരു മുസ്ലിം തീവ്രവാദി, അങ്ങനെ തന്നെ വിളിക്കേണ്ടതുണ്ട്, ആ തീവ്രവാദിയുടെ തിരക്കഥയാണ് പിന്നീട് നടന്ന കാര്യങ്ങളെല്ലാം എന്നുള്ളത് ഇതിന്റെ വസ്തുതകൾ അറിയുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. പിന്നീട് ഈ കേസിൽ പലതരത്തിലുള്ള ബാഹ്യ ഇടപെടലുകൾ നടക്കുകയും ഇടത് സർക്കാർ കേസിൽ ഇടപെടുകയും അതുവരെ കേസ് കൈകാര്യം ചെയ്ത ടീമിൽ നിന്ന് കേസ് മാറ്റി CPM പ്രവർത്തകരായ പോലീസുകാരെ തിരഞ്ഞുപിടിച്ച് ഈ കേസ് ഏൽപ്പിക്കുകയും അവരെ കൊണ്ട് ഒരു തട്ടിക്കൂട്ട് കുറ്റപത്രം കൊടുപ്പിക്കുകയും ചെയ്തു. കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ കേസ് അതുവരെ കേട്ട ന്യായാധിപനെ വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ മറ്റൊരു കോടതിയിലേക്ക് മാറ്റി. നോക്കൂ, ആ ജഡ്ജിയെ മാറ്റി പുതിയൊരു ജഡ്ജിയെ കൊണ്ടുവരികയാണ്. ശേഷം വേറൊരു കോടതിയിലെ ന്യായാധിപ, ഒരു സ്ത്രീ ആയിട്ടുണ്ടായിരുന്നു ന്യായാധിപയെ, ഈ കോടതിയുടെ ചുമതല 3 ദിവസത്തേക്ക് താൽക്കാലികമായി ഏൽപ്പിച്ചു. അവർ വന്ന് ഒറ്റ ദിവസം കൊണ്ട് കേസ് മുഴുവനും കേട്ട് അധ്യാപകരെ ജീവിതകാലം മുഴുവൻ ജയിലിലിടാൻ വിധി പ്രഖ്യാപിക്കുകയും ചെയ്തു. ആലോചിച്ച് നോക്കൂ, നമ്മുടെ കോടതി നീതിന്യായ വ്യവസ്ഥകളെയാണ് ഏതൊരു സാധാരണക്കാരനും ആശ്രയിക്കാനുള്ളത്. അത്തരത്തിലുള്ള നീതിന്യായ വ്യവസ്ഥ, ആ കോടതികൾ എത്രത്തോളമാണ് ഒരു മനുഷ്യനെ നിരപാധികം ജയിലിൽ അടയ്ക്കാൻ വേണ്ടി വിധി പ്രഖ്യാപിച്ചത് വെറും 3 ദിവസം കൊണ്ട്. അതിനുവേണ്ടി എന്തൊക്കെയാണ് അവർ കാട്ടിക്കൂട്ടിയെന്ന് ചിന്തിച്ചു നോക്കും. ഇവിടെയാണ് എങ്ങനെയാണ് സാധാരണക്കാരൻ ഒരു കോടതിയെ പോലും വിശ്വസിക്കുക എന്ന വലിയ ചോദ്യം ഹൈക്കോടതിയുടെ മുന്നിലെത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ആ നീതിന്യായ വ്യവസ്ഥയുടെ മഹത്വം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി തന്നെയാണ് പപ്പൻ മാഷ് എന്ന് വിളിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പപ്പൻ മാഷ് അദ്ദേഹത്തിന്റെ ജീവിതവും ജീവനും സാമൂഹ്യ സുരക്ഷയും ജോലിയും എല്ലാം തകിടം മറിച്ചുകൊണ്ട് ജിഹാദികൾ നടത്തിയ ഇസ്ലാമിക കൊടും ഭീകരത, ആ ഭീകരതയ്ക്കെതിരെ ഹൈക്കോടതി വടിയെടുത്തത്. ഹൈക്കോടതി സത്യം മനസ്സിലാക്കിയപ്പോൾ തരംതാണ രാഷ്ട്രീയമായി കുളം കലക്കാൻ ഇറങ്ങിയ രാഷ്ട്രീയക്കാരോട് ഒന്നേ പറയാനുള്ളൂ, ഇങ്ങനെ വെള്ളിയാഴ്ച അങ്ങലേക്ക് വരാൻ ഒരുപാട് നാളൊന്നും വേണ്ട. ഒരു പഴമൊഴിയാണ്, ഒരു മുസ്ലിം സ്ലാഗോട് കൂടിയിട്ടുള്ളത്, എനിക്ക് മനസ്സിലായില്ല. എന്തായാലും നമ്മൾക്കും ഇത് വരാൻ വലിയ താമസമൊന്നും വേണ്ട എന്നുള്ളതാണ്. കാരണം ഇസ്ലാമിക ജിഹാദികൾക്ക് മുൻപിൽ, അവർക്ക് മുൻപിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും കാഫിറുകൾ മാത്രമാണ്. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് കാഫിറോ കോൺഗ്രസ് കാഫിറോ മറ്റേ ഒരു കാഫിറും അല്ല, SDPI കാഫിറോ ഒന്നുമല്ല. അതുകൊണ്ട് ഏതൊരു കാഫിറാണെങ്കിലും അവനെ നശിപ്പിക്കാൻ വേണ്ടി അവനെതിരെ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഇവരെ, ഈ ദുഷ്ടവർഗത്തെ ഇങ്ങനെ തന്നെ അല്ലാതെ എങ്ങനെയാണ് പറയാനാവുക? അതുകൊണ്ട് തങ്ങൾ ദുഷ്ടവർഗരല്ല,
തങ്ങൾക്കെതിരെ ലോകത്താകമാനം വെറുപ്പും വിദ്വേഷവും മാത്രമാണ് ഈ ഒരു മതത്തിനെതിരെ, ഈ ഒരു കൂട്ടർക്കെതിരെ എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയും മുസ്ലിങ്ങൾ രംഗത്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം തന്നെയാണ് ബാധിക്കുക. ഞങ്ങൾ നല്ല മുസ്ലിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് മേനി പറഞ്ഞു നടക്കുന്ന ആളുകളായിട്ടുള്ള നല്ല മുസ്ലിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ മൗനമുണ്ടല്ലോ, ആ മൗനം സമ്മതമായിട്ട് തന്നെ ഈ മുസ്ലിം കൊടും ഭീകരവാദികൾ കാട്ടുന്നതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം നിങ്ങളിലേക്കും വന്നു ചേരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ പപ്പൻ മാഷിന്റെ ഏതൊരു വിഷയം വന്നു കഴിഞ്ഞാലും അത് ഉറക്കെ ഉറക്കെ പറയാൻ വേണ്ടി ഏതൊരു സമയവും ഞാനൊരു യാത്രയിലായിരുന്നിട്ട് പോലും ഇവിടെ റേഞ്ച് ഇല്ല, മാത്രമല്ല മൊബൈൽ നെറ്റ് ആയതുകൊണ്ട് കോളുകൾ വന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള വിവരങ്ങൾ അറിയുമ്പോൾ അത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത്തരത്തിൽ നമ്മൾക്ക് അങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്യാനോ എഴുതാനൊന്നും അറിയില്ലെങ്കിൽ ഈ ചെയ്യുന്ന ഇത്തരത്തിലുള്ള വാർത്തകളും വീഡിയോകളും പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ആ വലിയ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. പപ്പൻ മാഷ്ക്ക് നഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഇതുകൊണ്ടൊന്നും പരിഹാരമാവില്ല എന്ന് നമ്മൾക്കറിയാം. പക്ഷേ ഇനിയെങ്കിലും ആ മനുഷ്യന് നീതി കിട്ടി, ഹൈക്കോടതിയിൽ നിന്ന് നീതി കിട്ടി, ആ നീതിന്യായ വ്യവസ്ഥയിൽ നിന്ന് കിട്ടിയ ആ നീതി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഈ കേസിന് പിറകിൽ പ്രവർത്തിച്ച ഇസ്ലാമിക കൊടുംഭീകരത ലോകത്തോട് നമ്മൾ ഉറക്കി വിളിച്ച് പറയേണ്ടതുണ്ട്. അതിന് നാം ഓരോരുത്തരും ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ളത് ഇന്ന് പപ്പൻ മാഷാണെങ്കിൽ നാളെ എന്നെ കാണുന്ന അതല്ലെങ്കിൽ ഈ നാട്ടിലുള്ള സകലമാന കാഫിറുകളും തന്നെയായിരിക്കും ഇസ്ലാമിക ജിഹാദികളുടെ കൊടുംഭീകരന്മാരുടെ ഇരകൾ എന്നുള്ളത് മനസ്സിലാക്കിയാൽ നന്ദി. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.